അപ്പോൾ പിന്നെ രാവിലെ ആദ്യം ചിയാ സീഡ് കുടിച്ചിരുന്നു. ചിയാ സീഡ് അയ്യോ വണ്ണം കുറേ 10 കിലോ കുറയും 4 ദിവസം കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചിയാ സീഡ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ചിയാ സീഡ് രാവിലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ ഇട്ടിട്ട് ചൂടുവെള്ളത്തിലാക്കിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. നാരങ്ങ നീരും തേനൊക്കെ ഇട്ടിട്ട് ഒക്കെ വെറുതെ കേട്ടോ. അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇത് ഇവരിങ്ങനെ വീഡിയോ ഇടുന്നുണ്ടാവും 10 കിലോ കുറഞ്ഞാലോ. അത് അതിൻ്റെ മുന്നിൽ നല്ല കഷ്ടപ്പാടുണ്ട്. അവർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് അതൊന്നും നമ്മളെ കാണിക്കില്ല അവർ. അപ്പോൾ അങ്ങനെ ഇരിക്കും. അപ്പം ഞാനിട്ടിട്ടുണ്ട് ചിയാ സീഡിൻ്റെ വീഡിയോ ഞാനിട്ടിട്ടുണ്ട്. ഒരു കാര്യമില്ല കേട്ടോ. അങ്ങനെ ഇപ്പം നമുക്കിങ്ങനെ യൂട്യൂബിലൊക്കെ അങ്ങനെ എല്ലാവരും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇടാം. 13 പറ്റിപ്പ് വീഡിയോസ് ആണല്ലോ, അങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഇടാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. പിന്നെന്താ പറയണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ. പിന്നെന്താണ്, പിന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങും കേട്ടോ. അതൊരു കാര്യമാണ്, വെള്ളം കുടിക്കാൻ തുടങ്ങും. പിന്നെ ഇതിൻ്റെ മുന്നേ തന്നെ സ്കിൻ ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എന്താ ഈ ഫ്രഷ് എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞല്ലോ, അത് ചായയുടെ പകരം കുടിക്കുന്ന സാധനമാണ്. ഭയങ്കര കഫീനുള്ളതാണത്. ഏറ്റവും കൂടുതൽ നല്ല കഫീനുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുടിക്കണത് നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് തോന്നുന്നില്ല. പിന്നെ നല്ലൊരു എനർജി കിട്ടും അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ. അവരെന്നെ പറയണം. എനിക്ക് വലിയ എനർജിയൊന്നും എനിക്കൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഉള്ളത് പിന്നെ ഓയിലും ഷുഗറും ഇതൊക്കെ. പിന്നെ ഈ ഹെർബൽ ലൈഫിൽ ഈ ഓയിൽ നമ്മളെ കൊണ്ട് ഓയിൽ കട്ട് ചെയ്യാൻ പറ്റും, പഞ്ചസാര ഉപയോഗം കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കാതിരിക്കാൻ പറ്റും. പിന്നെ അങ്ങനെയൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഒരു 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ പറ്റുമെങ്കിൽ നമുക്കിതിലൊന്നും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു രീതിയിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ, സ്ട്രെച്ചിങ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇതിന് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെയാണത്. നമ്മൾ വെറുതെ കയ്യിലിരിക്കണ പൈസ കൊടുത്തിട്ട് മുഖത്ത് കടിക്കണ നായെ അങ്ങനെ കണ്ടില്ലേ, കയ്യിലിരിക്കണ പൈസയും കൊടുത്ത് മുഖത്ത് കടിക്കണ നായനെ വാങ്ങിയെന്ന് പറയില്ല. അങ്ങനെ ആവും, എന്നെ പോലെ ആവും. ഞാൻ ജോയിൻ ചെയ്യേണ്ടതെന്നൊന്നും പറയില്ല കേട്ടോ. നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ജോയിൻ ചെയ്തോളൂ. പക്ഷേ ഇങ്ങനെ ഇച്ചിരി പൈസക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണ്. ഇങ്ങനെ എന്നെപ്പോലെ ലോക്കൽസ് ആണെങ്കിൽ ഇതിൽ പോയി പെടണ്ട കേട്ടോ. ഞാൻ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്, പെടണ്ട. എൻ്റെ അനുഭവമാണ്, ഞാൻ പോയി പെട്ടതാണ്. പിന്നെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരിക്കുകയാണ്, ഇല്ല ഞാൻ അപ്പോൾ ഇല്ല, ഞാൻ ജോലിയൊക്കെ അതിന് പിന്നെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഈ 4 ദിവസം കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കുമ്പോൾ 1,700 കുറഞ്ഞു. പിന്നെ ഞാനതിന്ന് ഒഴിവാവാൻ എന്തോ എനിക്കങ്ങനെ തോന്നിച്ചത്. കാരണം എന്താ വെച്ചെങ്കിൽ എനിക്കിവിടെ ഒരു വെയിങ് മെഷീൻ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചത് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എങ്ങാണ്ട് വാങ്ങിച്ചാണ് കേട്ടോ. നല്ലതാണ്. എന്നുവെച്ചാൽ ഇതിൽ ഒരു പ്രാവശ്യം നമ്മൾ കയറി നിന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചില വെയിങ് മെഷീൻ കണ്ടിട്ടില്ല, നമ്മൾ ഒരു പ്രാവശ്യം കയറി നിന്നാൽ അപ്പോൾ ഒരു വെയിറ്റ് കാണിക്കും. പിന്നെ നമ്മൾ കുറച്ചായിട്ട് വീണ്ടും കയറി നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഇപ്പോൾ വേറെ ആയിരിക്കും കാണിക്കുക അല്ലേ. ഇപ്പോൾ 83 ആണെങ്കിൽ പിന്നെ 85 ആയിരിക്കും, പിന്നെ ചിലപ്പോൾ 82 ആയിരിക്കും. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വെച്ചതാണ്. ബീറ്റ് എക്സ്പി എന്ന് പറഞ്ഞിട്ട് വേണ്ട, ബീറ്റ് ദി ലിമിറ്റ്സ് വെയിങ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ട്. ഇത് ബാറ്ററി ഇട്ടിട്ട് വർക്ക് ചെയ്യണുണ്ടോ, സൈറ്റിൽ ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു തന്നില്ല കേട്ടോ. നമ്മൾ ചെറിയ യൂട്യൂബറാണ്, നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ വെച്ചിട്ട് പറഞ്ഞു കേട്ടോ. 2 ബാറ്ററിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് വെക്കുമ്പോൾ ഈ നമ്മൾ നിലത്ത് ഇവിടുത്തെ കാവിട്ട നിലമാണ്, അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുണ്ടുകുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിലമൊക്കെ പൊട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പൊട്ടിക്കൊണ്ടെടുത്ത് വെക്കേണ്ട കേട്ടോ. നല്ല സർഫസിൽ കൊണ്ട് വയ്ക്കുക, നല്ല നിരന്ന് കിടക്കുന്ന സ്ഥലത്ത് വയ്ക്കും. എന്നിട്ട് നോക്കണം, എന്നാലാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചൊരു വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. 250 രൂപ 270 രൂപ എങ്ങാണ്ട് ഇതിനേ ഉള്ളൂ. ഞാനത് എനിക്ക് ഇത് വാങ്ങണം, അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എനിക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അങ്ങനെ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ചെറിയൊരു യൂട്യൂബറാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കിക്കോളൂ. 83. പിന്നെ നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മളെ വെയിറ്റൊക്കെ നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പം സമയം നോക്കിയൊക്കെ, സമയം എത്രയെന്നറിയാം, 2 മണി, രാത്രി 2:10. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്.
അപ്പോൾ എനിക്ക് കാര്യമായിട്ട് ഉറക്കം കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഉറങ്ങണത് ഒരു 3-4 മണിയൊക്കെ ആവും ഉറങ്ങാനൊക്കെ. അപ്പോൾ ആ പരിപാടിയൊന്നും നടക്കില്ല. പിന്നെ എണീക്കാൻ തന്നെ സമയമെടുക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും ഇതിന് പോയിട്ട് ജോയിൻ ചെയ്യേണ്ട കേട്ടോ, വെറുതെയാണ്. കാരണം നമുക്ക് ഉറക്കം കറക്റ്റായിട്ട് കിട്ടിയാൽ തന്നെയാണ് എല്ലാം ശരിയാവുള്ളൂ. പിന്നെ ഞാൻ വിചാരിക്കും രാവിലെ നടക്കാൻ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഷൂസും പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇതൊക്കെ വാങ്ങിച്ചു, നടക്കാൻ പോകേണ്ട ഈ സ്പോർട്സിൻ്റെ ബനിയനൊക്കെ വാങ്ങിച്ചു. പക്ഷേ നായ്ക്കൾ കാരണം ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവർ വിളിച്ചുകൊണ്ടിരിക്കുക എന്താ പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഈ 4ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കള്ളത്തരം ഏതാണ്ട് നമുക്ക് പിടിയിട്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു പിന്നീട് ഞാൻ ഇവിടെ വന്നിട്ട് ഇതിൽ വെയിറ്റ് നോക്കി. ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ, ആ മിഷനിൽ ഞാൻ വെയിറ്റ് നോക്കുമ്പോൾ അതേ വെയിറ്റ് 84, എത്ര 84, ഒരു 1700 കുറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ആ 1700 കുറഞ്ഞത്. അത് എന്ത് മാറിയെന്നറിയില്ല. ഈ 4 ദിവസം കൊണ്ട് അവരുടെ നിന്നാണല്ലോ കുടിക്കുന്നത്. അപ്പോൾ ഇവരിഞ്ഞ് ഇതിലെന്തെങ്കിലും ചേർക്കുന്നുണ്ടോ ഒന്നും നമുക്കറിയില്ല. ആ ഒരു 1700 കുറഞ്ഞു. 1700 പക്ഷെ കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല കേട്ടോ. പിന്നെ നോക്കുമ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ഇവരാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു പടൽ വിട്ടു. എത്രയെന്നൊന്നും ഞാൻ എമൗണ്ട് ഒന്നും ഞാൻ പറയണില്ല. പക്ഷെ എനിക്ക് ചെറിയൊരു പറ്റിയുള്ളൂ, നിങ്ങൾക്കപ്പോൾ വലിയ പറ്റും. പിന്നെ ഓരോ ന്യൂട്രീഷൻ സെൻറ്ററിലും വ്യത്യാസമാണ്. ഇപ്പോൾ ഒരാളത്ത് ഞാൻ പറഞ്ഞില്ലേ, വിളിച്ച് വെച്ചപ്പോൾ 200 രൂപ പെർ ഡേ എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞത് 10 ദിവസത്തിന് 2500, അപ്പോൾ 250 രൂപ അല്ലേ. അങ്ങനെ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഓരോരുത്തരും വ്യത്യാസത്തിലാണ്. പിന്നെ നമ്മൾ ഈ കൊടുത്ത പൈസ നമ്മൾ ഈ 10 ദിവസം നമ്മൾ ചെന്നിട്ടില്ലെങ്കിലും കൊടുത്ത പൈസ പോയത് തന്നെ എന്നോട്ടോ തിരിച്ചു തരില്ല. അപ്പോൾ നിങ്ങൾ ഇനി ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ ദിവസവും എത്ര പൈസ പറയണോ ആ പൈസ മാത്രം കൊടുത്താൽ മതി. പിന്നെ ഇത് നമുക്ക് പറ്റില്ല. ഈ ഒരു 2 ദിവസം മാക്സിമം ഒരു 4 ദിവസം അതിലും കൂടുതൽ നമുക്ക് ഈ ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഷേക്ക് കുടിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഛർദ്ദിക്കാൻ വരാൻ തുടങ്ങും. നമുക്ക് പിന്നെ ഒരു മനം വരട്ടും. ഇത് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് മനം വരട്ടും. പിന്നെ വിശപ്പും കാര്യങ്ങളൊക്കെ നല്ല വിശപ്പൊക്കെ ഉണ്ടാകും. പക്ഷെ അവർ പറയും കഴിക്കരുത്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്. പിന്നെ പറയും രാവിലെയും അതുപോലെ തന്നെ രാത്രിയും ഈ ഷേക്ക് എടുക്കുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിക്കാം. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ബിരിയാണിയൊക്കെ കഴിച്ചോളൂ, കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ഉച്ചയ്ക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, കുഴപ്പമില്ല. കാരണം അവർക്ക് സാധനം വിറ്റ് പോകണമല്ലോ. അപ്പോൾ നല്ല നമ്മൾ പ്രൊഡക്ട്സ് കൊണ്ട് വാങ്ങിക്കല്ലോ. അങ്ങനെ പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ വെച്ചിട്ടായിരിക്കും. എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ നമ്മളെ അനുമാനങ്ങളാണ്. നിങ്ങളിങ്ങനെ കുറ്റം പറയുകയല്ല, അനുഭവങ്ങൾ പറയാമെന്ന് മാത്രം. പിന്നുള്ളത് പിന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന ഇത് അവിടെ ചെന്നിട്ട് കുടിച്ച ഫസ്റ്റ് ഡേ എനിക്ക് നല്ല തലവേദനയായിരുന്നു. 2 സൈഡും പൊളിയണ തലവേദനയായിരുന്നു. അത് 2 ദിവസം നല്ല തലവേദന ഉണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി, കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെന്താണ്, പിന്നെ മോഷനൊക്കെ കറക്റ്റായിട്ട് പോകും കേട്ടോ. അവലാപ്പിയിലാണെന്ന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് പോകും. അങ്ങനെയൊക്കെ നല്ലതാണ്. കാരണം അത് ഇതിൻ്റെ ഗുണം കൊണ്ടല്ല, നമ്മൾ വെള്ളം കുടിക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ ഇവർ പറയും ഇതുകൊണ്ടാണ് ഇതാണ് ഷേക്കിൻ്റെ ഗുണം, അതാണ് ഹെർബൽ ലൈഫ് എന്ന് പറയും. ഹെർബൽ ലൈഫ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതൊക്കെ മാറ്റങ്ങൾ എന്ന് പറയും. പിന്നെന്താണ്, പിന്നെ സ്ട്രെസ്സ് കുറയും. സ്ട്രെസ്സ് കുറയുമെന്ന് പറഞ്ഞാൽ ഈ ഹെർബൽ ലൈഫ് ഉപയോഗിച്ചുകൊണ്ടല്ല സ്ട്രെസ്സ് കുറയണത്. നമ്മളുടെ ശരീരത്തിൽ കുറേ മാറ്റങ്ങൾ ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ മൈൻഡും മാറും. അത്രയേ ഉള്ളൂ. ഞാൻ തടി കുറയല്ലോ, എനിക്ക് ഒരു ഡ്രസ്സും കൊള്ളുന്നില്ല, വാങ്ങിച്ച ഡ്രസ്സൊന്നും കൊള്ളുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇതിൽ പോയിട്ട് ജോയിൻ ചെയ്യാമെന്നോട്ട് തലയിട്ട്. അത് വലിയൊരു വള്ളിക്കെട്ടായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തായാലും എനിക്കൊരു പറ്റൽ പറ്റി, ഞാൻ ആർക്കും പറ്റാതിരിക്കട്ടെ. ഇത് താങ്ങില്ല. നല്ല ഹൈ പാർട്ടീസൊക്കെ ആണെങ്കിൽ ഒക്കെ താങ്ങുന്നു. നല്ല വരുമാനം വേണം. മാസം ഒരു 50,000 രൂപയൊക്കെ വരുമാനമുള്ളവർക്കാണെങ്കിൽ പറ്റും. മാസം എങ്ങനെ പോയാലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 ദിവസത്തിന് 2500 എന്ന് പറഞ്ഞത് അത് ആ ഒരു ട്രയലിന് മാത്രമാണ്. അല്ലാതെ നമ്മൾ ഈ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ 10 ദിവസത്തിന് 7500. അവർ പറഞ്ഞു ഒരു മാസത്തിന് ഏകദേശം എത്രയോ എന്ന് പറഞ്ഞൊരു ചോദിച്ചപ്പോഴാണ് അവർ ഇതൊക്കെ കുടിപ്പിച്ച് നമ്മളെ കാട്ടിലാക്കിയത്. എന്നിട്ടാണ് അവർ പറയുന്നത് 7500 ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 7500 ഒരു മാസത്തിനല്ല ചോദിച്ചു. ഒരു മാസത്തിനല്ല, 10 ദിവസത്തിന് 7500 രൂപ വേണം. അത് മിനിമം.
പിന്നെ അത് നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാലും അവർ പിന്നെ പറയും വേറൊരു ടാബ്ലറ്റ് ഉണ്ട്, മൾട്ടി വിറ്റാമിൻ ഉണ്ട്, പിന്നെന്താ B6 B12 എന്തൊക്കെ കുറേ സാധനങ്ങളുണ്ട്, കാൽസ്യം ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ കുറേ വെജിറ്റബിൾസ് നമ്മൾ കഴിക്കില്ലല്ലോ അത്രയൊന്നും. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ ഓയിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ഗുളികകൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവർ കഴിക്കാൻ പറയും. ഇപ്പം ഞാൻ ആയുർവേദത്തിൽ കഴിക്കുന്നുണ്ട് കേട്ടോ. പുനർനവാതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഒരുമിച്ച് എടുത്തിട്ട് വരാം. ഇതുണ്ടോ, കാണുന്നുണ്ട് നിങ്ങൾക്ക്? ആക്കി മാത്രമേ കാണാനുള്ളൂ. ഉണ്ടോ? വയ്ക്കാൻ പറ്റുന്നുണ്ടോ? വയ്ക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താ സംഭവം അറിയോ, പുനർനവാതി കഷായം എന്ന് പറഞ്ഞിട്ടൊരു കഷായം. ഇതും പ്രമോഷനൊന്നുമില്ല കേട്ടോ, ഞാൻ അത്രത്തോളം വളർന്നിട്ടില്ല. ആർക്കെല്ലാം ഉപയോഗപ്പെടുകയാണെങ്കിൽ ഇപ്പം ആയുർവേദം താല്പര്യമുള്ളവർക്ക് ഐസിലിമിനെ കുറിച്ച് കേട്ടില്ല നിങ്ങൾ, ഞാൻ പിന്നെ പറയാം. അങ്ങനെ പുനർനവാതി കഷായം ഈ സംഭവമാണ് ഇപ്പം ഞാൻ കുടിക്കണത്. ഇതിന് ഒരു ബോട്ടിൽ 145 രൂപയാണ്. ഇതെങ്ങനെ അറിയോ, രാവിലെ ഒരു ഔൺസ് പാത്രം ഉണ്ട്, അവർ തന്നെ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. നമ്മളിവിടെ നല്ല പ്രഗത്ഭനായ വൈദ്യരുണ്ട്, ആളുടെ അടുത്ത് വാങ്ങിച്ചാണ്. അപ്പോൾ ഒരു ഔൺസിൻ്റെ ഒരു പാത്രമുണ്ട്, അതിൽ ഇത് ഒരു 1/2 ഔൺസ് എടുത്തിട്ട് അങ്ങനെ കുടിക്കിയിട്ട് 1/2 ഔൺസ് എടുത്തിട്ട് അതിൽ ആ 2 ഔൺസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചന്ദ്രപ്രഭ ഗുളിക, അതെല്ലാവരും വീട്ടുണ്ടാവുമല്ലോ. ഞാൻ ബോട്ടിൽ നിന്നില്ല കേട്ടോ, ഞാൻ വെച്ചു ചന്ദ്രപ്രഭ ഗുളികയാണ്. എന്നിട്ട് ഈ ഗുളിക എടുത്തിട്ട് ചമച്ചിട്ട് നമ്മൾ വെള്ളം കൂട്ടിയിട്ട് അരക്കുക, അങ്ങനെ രാവിലെ മാത്രം. പിന്നെ അതിനുശേഷം വൈകിട്ട് ഒരു 6 മണിക്കും ഇതുപോലെ തന്നെ ഇത് ഒരു 1/2 ഔൺസ് എടുത്തിട്ട് 2 ഔൺസ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കുക. അപ്പോൾ ഗുളിക ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 83 കിലോ ആയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം ഒരു 1-2 മാസം എടുക്കും അതിന് വ്യത്യാസം അറിയാൻ. ആയുർവേദമാണല്ലോ, അത് അവർ തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കുടിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം ആയിട്ടില്ല. ഒരു മാസത്തിനിപ്പോൾ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് 8 ദിവസത്തിനൊക്കെ ഉണ്ടാവുക, 4-8. അപ്പം ഞാൻ എത്ര വാങ്ങിച്ചു, 4 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ബോട്ടിൽ കഴിഞ്ഞു, ഇത് 2ാമത്തെ ബോട്ടിലാണ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ പറഞ്ഞു മട്ടൻ കഴിക്കാൻ പാടില്ല, ബീഫ് കഴിക്കാൻ പാടില്ല, വേറെ എന്ത് വേണമെങ്കിലും കഴിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ മുട്ടയുടെ ഉണ്ണി പ്രോട്ടീൻ നല്ലതാണ്, അത്ര മോശം ഫാറ്റൊന്നും അല്ല കഴിക്കാം. അപ്പം അങ്ങനെയുള്ള അപ്പം ഇനി ഇത് ആണെങ്കിൽ നോക്കിക്കോളൂ, ഇത് നല്ലതാണ്. എനിക്ക് കുറയുന്നുണ്ട്, പതുക്കേനെ കുറയുള്ളൂ. ചടയെന്ന് പറഞ്ഞിട്ട് 10 കിലോ ഒന്നും കുറയില്ല. ഒരു 1/2 കിലോ 1 കിലോ പണ്ടായിട്ട് 86 ഉണ്ടായിരുന്നു ഞാൻ. അവിടെ പോയിട്ട് 84-700 സംതിങ് ആയി. അപ്പം കണ്ടോ, അപ്പം ഞാൻ 83 കിലോ, 82 80 അങ്ങനെയൊക്കെ, 83 എന്ന് പറയാം. പക്ഷെ ഞാൻ വേറെ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ചിലപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബർഗറൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഒരെണ്ണം കഴിക്കും. പിന്നെന്താണ്, വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലതായിരുന്നു. പക്ഷേ ഒന്നും സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ തുടങ്ങണം. ഇത് നല്ലതാട്ടോ, എനിക്കിത് നന്നായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്. ഞാൻ ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ കുറച്ച് റിവ്യൂ പറയാം കേട്ടോ. ആരും ചാടി പിടിച്ച് ആരും വാങ്ങിക്കും. ഇപ്പോൾ ചിലവരുണ്ടോ വീഡിയോസൊക്കെ കണ്ട് എന്നെ പോലെ പോയി പെടണ്ടല്ലോ, അതുപോലെ ആരും പോയി പെടണ്ട. ഇതുകൊണ്ട് നല്ലൊരു കാര്യമാണെങ്കിൽ വ്യത്യാസം തോന്നുന്നുണ്ട്, പക്ഷെ നല്ല വ്യത്യാസമാവട്ടെ. അപ്പോൾ ഞാനൊരു 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കേ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ വല്ലാണ്ട് നീണ്ടുപോയി. നേരം കണ്ടോ എത്രയായി നോക്കിയേക്കൂ, കാണാല്ല എൻ്റെ പഴയ ഫോൺ, എൻ്റെ പുതിയ ഫോൺ. നേരം 2:20. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ഭയങ്കര വലിയൊരു വീഡിയോ ആണ് എന്ന് വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അതിന് വേണ്ടിയാണ് ഞാൻ എടുത്തത്, അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു കൊച്ചു യൂട്യൂബർ അല്ലേ, അപ്പോൾ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ വലിയൊരു യൂട്യൂബറാക്കി മാറ്റണം. എന്നിട്ട് വേണം എനിക്ക് ട്രെൻഡ്സിലും സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഇതുപോലെ കുറേ ലിപ്സ്റ്റിക്കുകളും ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ. ആ പൈസ കൊണ്ട്. ഓക്കെ, ബൈ ബൈ.